بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين. أما بعد فأوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. صدق الله العلي العظيم. ഏറ്റവും ബഹുമാനം നിറഞ്ഞ അഹ്ലുസ് സുഫ ഹദീസ് പഠനവേദിയിലെ സത്യവിശ്വാസികളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുകയും പഠിക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്ന ഹദീസ് അൻ അബീ മസ്ഊദ് അൽ-അൻസാരി റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ഖാല അൻ-നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. പരിശുദ്ധമായ ഈ ഹദീസിനെ മുൻനിർത്തിയിട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. സത്യവിശ്വാസികൾ ജീവിതത്തിൽ മുഴുവനും പ്രത്യേകമായ അദബുകൾ പാലിക്കേണ്ടവരാണ്. കൃത്യമായ നിയമങ്ങൾ ഓരോ വിഷയത്തിലും വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. ജീവിതത്തിലുടനീളം ഒരു കുട്ടി ജനിച്ചു വീണാൽ ആ സമയം മുതൽ മരിച്ച് ഖബറിൽ വെക്കുന്ന ആ സമയം വരേക്കും നാം പാലിക്കേണ്ട, നമുക്ക് വേണ്ടി പാലിക്കപ്പെടേണ്ട ഒരുപാട് മര്യാദകളുണ്ട്. ആ മര്യാദകൾ ജീവിതത്തിൽ പരമാവധി കൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, തഅദ്ദബൂ സുമ്മ തഅല്ലമൂ. തഅദ്ദബൂ, നിങ്ങൾ ആദ്യം മര്യാദ പഠിക്കണം, ചിട്ടകൾ നിങ്ങൾ പഠിക്കണം. സുമ്മ തഅല്ലമൂ, പിന്നീടാണ് നിങ്ങൾ അറിവ് പഠിക്കേണ്ടത്. ആദ്യമായി നമുക്കുണ്ടാവേണ്ടത് അദബാണ്, അതിനുശേഷം നമുക്കുണ്ടാവേണ്ടത് ഇൽമാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലാ യംബുലു റജുലു ബിനൗഇൻ മിനൽ ഇൽമി മാ ലം യുനസ്സൽ ഇൽമുഹു ബിൽ അദബ്. ഒരു മനുഷ്യൻ എത്ര ഇൽമു നേടിയാലും അറിവ് നേടിയാലും അവൻ സമർത്ഥനാവുകയേ ഇല്ല. അവൻ്റെ ഇൽമിനെ അദബ് ഭംഗി കൂട്ടിയാലല്ലാതെ, അഥവാ ഇൽമിൻ്റെ കൂടെ ഉണ്ടാവേണ്ട, അറിവിൻ്റെ കൂടെ ഉണ്ടാവേണ്ട ഒന്നാണ് അദബ് എന്നുള്ളത്. ജീവിതത്തിൽ നമ്മൾ പാലിക്കണം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അദബുകളെ കുറിച്ചിട്ടാണ് ഇന്ന് പറയുന്നത്. നമ്മൾ യാത്ര ചെയ്യുന്നവരാണ്, ദിനേന ഒരുപാട് വഴികളിലൂടെ സഞ്ചരിക്കുന്നവരാണ്. നമ്മൾ ഓരോ വഴിയിലും പാലിക്കേണ്ട മര്യാദകളുണ്ട്. ആ യാത്രകളിൽ, വഴികളിൽ നമ്മൾ പഠിക്കേണ്ട ഒരുപാട് മര്യാദകളുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി നമുക്കത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നതുപോലെ വഴികൾ നമുക്ക് മാത്രമുള്ളതല്ല, മറ്റുള്ളവരുടെ കൂടി അവകാശമാണ് എന്ന ബോധം നമുക്കുണ്ടാവണം. വീട് പോലെ നമ്മുടെ വീടും പരിസരവും ശുദ്ധിയാക്കുന്നത് പോലെ നമ്മൾ സഞ്ചരിക്കുന്ന വഴികളും ശുദ്ധിയാവണം, വൃത്തിയുള്ളതാവണം. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കുന്നാ ഖുഊദൻ ബിൽ അഫ്നിയതീന തഹദ്ദസ്. നമ്മളിങ്ങനെ മുറ്റത്ത് വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഫജാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടേക്ക് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നു. എന്നിട്ട് നമ്മോട് ചോദിച്ചു, മാലക്കും വലി മജാലിസി സൗദാത്ത്, നിങ്ങൾ എന്തിനാണ് ഈ വഴികളിലിരിക്കുന്നത്? നിങ്ങൾക്ക് ഇവിടെ എന്താണ് കാര്യം? ഇജ്തനിബു മജാലിസ സൗദാത്ത്, ഇവിടെയുള്ള ഇരുത്തം നിങ്ങൾ ഉപേക്ഷിച്ചേക്കണം. നമ്മൾ സഹാബികൾ പറഞ്ഞു, ഇന്നമാ കഅദ്നാ ലഗൈരി മാ ബസ് കഅദ്നാ നതദാക്കറു വനതഹദ്ദസ്.
നബിയെ, നമ്മൾ വെറും വർത്തമാനങ്ങൾ പറയാനിരുന്നതല്ല, നമ്മൾ ഇവിടെ നിന്ന് ദിക്ർ ചൊല്ലുകയാണ്, എന്നിട്ടിങ്ങനെ വർത്തമാനം പറയുകയാണ്, വെറുതെ ഒരു കാര്യവുമില്ലാതെ ഇരുന്നതല്ല നബിയെ. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതത്ര ഇഷ്ടപ്പെട്ടില്ല. ഏത് വഴികളിൽ ഇരിക്കുകയാണെങ്കിലും അതിന് ചില മര്യാദകളുണ്ട്. മറ്റൊരു ഹദീസിൽ പുണ്യനബി പഠിപ്പിക്കുകയാണ്, ഇയ്യാകും വൽ ജുലൂസ ബിത്തുറുഖാത്ത്, നിങ്ങളെയും വഴികളെയും നിങ്ങൾ സൂക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബികൾ പറഞ്ഞു, നബിയെ, നമുക്കവിടെ ഇരിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നബി തങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തത്, നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ലെങ്കിൽ ഫഅതുത് തരീഖ ഹഖഹു, വഴികൾക്ക് അതിൻ്റെതായ അവകാശങ്ങളുണ്ട്, ആ അവകാശങ്ങൾ നിങ്ങൾ നൽകേണ്ടിയും വരും. അവിടെ ഇരിക്കുമ്പോൾ പല മര്യാദകളും നമ്മൾ പാലിക്കേണ്ടി വരും, അതിന് കടമപ്പെട്ടവരുമാകും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഒരുപാട് അദബുകൾ വഴിയോരങ്ങളിൽ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവിടെ നിന്ന് വർത്തമാനങ്ങൾ പറയുന്ന സമയത്ത്, ആളുകളുമായി കൂട്ടം കൂടി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ബാധ്യതകൾ. റുദ്ദുസ്സലാം, അതിൽ ഒന്നാമത്തേത് നിങ്ങൾ സലാം മടക്കണം എന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, തങ്ങളോട് ചോദിക്കുകയാണ് സ്വഹാബികൾ, മാ ഹഖ്ഖുത് തരീഖ് യാ റസൂലല്ലാഹ്, വഴിയോരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദ എന്താണ്? തങ്ങൾ പറഞ്ഞു കൊടുത്തത്, കുഫുൽ അദാ, വഴികളിലുള്ള പ്രയാസങ്ങളും തടസ്സങ്ങളും നീക്കം ചെയ്യലാണ്. അവിടെ വല്ല പ്രയാസങ്ങൾ, മറ്റുള്ള ആളുകൾക്ക് വഴിയോരങ്ങളിലൂടെ നടന്നു പോകാൻ എന്തെങ്കിലും പ്രയാസങ്ങൾ, വലിയ ഒരു കല്ലും കഷ്ണം കണ്ടു, അല്ലെങ്കിൽ മുള്ള് കണ്ടു, കുപ്പിച്ചില്ലുകൾ കണ്ടു, മറ്റ് തടസ്സങ്ങൾ മറ്റ് നടക്കുന്ന ആളുകൾക്ക് വരാൻ സാധ്യതയുണ്ട്. അത്തരം തടസ്സങ്ങൾ വഴികളിലൂടെ നിങ്ങൾ നീക്കിക്കളയണം, അതൊരു മര്യാദയാണ്. മറ്റൊരു മര്യാദയാണ് വല്ലുൽ ബസർ, നിന്റെ കണ്ണുകളെ നീ സൂക്ഷിക്കണം, ഹറാമുകൾ കാണാൻ പാടില്ല. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, യാ അലി ലാ തുത്ബിൻ നളറതൻ നളറതാ, ഫസ്റ്റ് നോട്ടം നിനക്ക് അനുവദനീയമാണ്, രണ്ടാമതൊരു നോട്ടം നീ തുടർത്തിപ്പോവരുത്. ആദ്യത്തെ നോട്ടം നിനക്ക് അനുവദനീയമാകാം, അത് കണ്ടുപോയതാവാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് കണ്ണ് നീ അടച്ചേക്കണം, പിന്നീട് ആ ഹറാമ് നീ കാണാൻ പാടില്ല. അത് വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോഴും, വഴികളിൽ നിന്ന് വർത്തമാനങ്ങൾ പറയുമ്പോഴും, അങ്ങാടികളിൽ നിന്ന് വർത്തമാനങ്ങൾ പറയുമ്പോഴും സൂക്ഷിക്കേണ്ടതാണ്. നമ്മൾ പലരും പല യാത്രകൾ ചെയ്യുമ്പോഴും ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. ഹറാമുകളൊക്കെ കാണാൻ നമ്മുടെ കണ്ണുകൾക്ക് നമ്മൾ അവകാശം വിട്ടുകൊടുക്കാൻ പാടില്ല. മറ്റൊരു സന്ദർഭത്തിൽ പുണ്യനബിയോട് ചോദിക്കുന്നുണ്ട്, വമാ ഹഖ്ഖുത് തരീഖ് യാ റസൂലല്ലാഹ്, നബിയേ, വഴിയോരങ്ങളിൽ നമ്മൾ പാലിക്കേണ്ട ബാധ്യത എന്താണ്? അവിടെ മറുപടി കൊടുത്തത്, അൽഅംറു ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ, നല്ലത് കൽപ്പിക്കണം, തിന്മകൾ കണ്ടാൽ തടയുകയും ചെയ്യണം. ഇതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ വഴിയോരങ്ങളിലും അങ്ങാടികളിൽ നമുക്ക് വർത്തമാനങ്ങൾ പറഞ്ഞിരിക്കാൻ പറ്റുകയുള്ളൂ. മറ്റൊരു സന്ദർഭത്തിൽ പുണ്യനബിയോട് ഇതേ ചോദ്യവുമായിട്ട് മറ്റൊരു സ്വഹാബി, വഴിയോരങ്ങളിൽ അങ്ങാടികളിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദ എന്താണ്? മഹാനായ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തത്, വഹ്സുനുൽ കലാം, നല്ല സംസാരം സംസാരിക്കണമെന്നാണ്, നാവിനെ സൂക്ഷിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. ഗീബത്ത് നമീമത്തുകൾ വരാൻ പാടില്ല. മഹാനായ അലി ഇബ്നു ബക്കാർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, ജഅലല്ലാഹു തആല ലികുല്ലി ശൈഇൻ ബാബൈൻ, എല്ലാ വസ്തുക്കൾക്കും അല്ലാഹു തആല രണ്ട് വാതിലുകളാണ് നിശ്ചയിച്ചിട്ടുള്ളത്, രണ്ട് വാതിലുകളാണ് അല്ലാഹു കണക്കാക്കിയിട്ടുള്ളത്. എന്നാൽ വജഅല ലിൽ ലിസാനി അർബഅത അബ്വാബ്,
നാവിനിക്ക് അല്ലാഹു തആല 4 ബാബുകളെയാണ്, വാതിലുകളെയാണ് നിശ്ചയിച്ചത്. 4 വാതിലുകൾക്കുള്ളിലാണ് നാവിനെ അല്ലാഹു തആല പിടിച്ചു വെച്ചിട്ടുള്ളത്. ഫശഫതാൻ 2 ചുണ്ടുകളാണ്, അതേപോലെ വല്ലസിനാൻ 2 നിര പല്ലുകളുമാണ്. അത് രണ്ടിൻ്റെയും ഉള്ളിലാണ് നാവ് എന്ന അവയവത്തിനെ അല്ലാഹു പടച്ചു വെച്ചത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ സംസാരിക്കാവൂ. വെറുതെ നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു നടക്കുന്നത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല ഇത്തരം സംവിധാനങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത്. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അൽ കലാമു കദ്ദവാ, സംസാരം മരുന്ന് പോലെയാണ്. ഇൻ അഖലൽത മിൻഹു നഫഅ, അതിൽ നിന്ന് ആവശ്യത്തിന് വേണ്ടി മാത്രം നീ ഉപയോഗിക്കുകയാണെങ്കിൽ നിനക്കത് ഉപകാരം ചെയ്യും, ആ മരുന്ന് നിനക്ക് ഉപകാരം ചെയ്യും. വഇൻ അക്സർത മിൻഹു ഖതല, നീ ആ മരുന്ന് ആവശ്യത്തിലധികം നീ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നിന്നെ കൊന്നുകളയുന്നതാണ്, നിന്റെ ജീവൻ പോലും നഷ്ടപ്പെടാൻ കാരണമാകുന്നതാണ്. അതുകൊണ്ട് സംസാരം വളരെ ശ്രദ്ധിക്കണമെന്ന് മഹാന്മാരായ ആളുകൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ശമീത്ത് ഇബ്നു അജ്ലാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, യബ്ന ആദം, മനുഷ്യ, ഇന്നക മാ സകത്ത ഫഅൻത സാലിമുൻ, നീ മിണ്ടാതിരുന്നാൽ നീ രക്ഷപ്പെട്ടു. ഫൈദാ തകല്ലംത ഫഖുദ് ഹിദ്റക ഇമ്മാ ലക ഔ വഇമ്മാ അലൈക, നീ സംസാരിക്കുകയാണെങ്കിൽ ആവശ്യത്തിന് മാത്രം സംസാരിക്കുക. അത് ഒന്നുകിൽ നിനക്ക് അനുകൂലമായിരിക്കും, അതല്ലെങ്കിൽ നിനക്ക് പ്രതികൂലമായിരിക്കും. നിനക്ക് നഷ്ടവും വരാം, ലാഭവും അതുകൊണ്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങാടികളിൽ സമയം ചെലവഴിക്കുന്നവർ, യാത്രകൾ അധികരിപ്പിക്കുന്നവർ, വഴികളിലൂടെ സഞ്ചാരങ്ങൾ അധികരിപ്പിക്കുന്നവർ. മറ്റൊരു കാര്യം ഇർശാദുസ് സബീൽ, വഴി അറിയാതെ ആളുകൾക്ക് വഴി പറഞ്ഞു കൊടുക്കൽ എന്നതാണ്. അത് വഴിയുടെ ബാധ്യതയാണ്, സഞ്ചാരികളുടെ ബാധ്യതയാണിത്. മഹാനായ അബൂ ബർസ റളിയല്ലാഹു അൻഹു പുണ്യനബിയോട് ചോദിക്കുന്നുണ്ട്, യാ നബിയല്ലാഹ് അല്ലിംനി ശൈഅൻ അൻതഫിഉ ബിഹി, എനിക്ക് ഉപകാരം കിട്ടുന്ന ഒരു ഇൽമ് എനിക്ക് പറഞ്ഞു തരണം നബിയെ, ജീവിതത്തിൽ അതെനിക്ക് ഉപകരിക്കണം, അങ്ങനത്തെ ഒരു ഇൽമ്, ഒരറിവ് പറഞ്ഞു തരണം. ഖാല, നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഇഅ്സിൽ അദാ അൻ ത്വരീഖിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളായ ആളുകൾ നടന്നു പോകുന്ന വഴിയിലുള്ള എല്ലാ പ്രയാസങ്ങളും നീ തട്ടി മാറ്റണം എന്നുള്ളതാണ്. അതാണ് ഏറ്റവും നല്ല നന്മ. മുസ്ലിമീങ്ങൾക്ക് ഉപകാരം ചെയ്യണം, അവർ നടന്നുപോയ വഴികൾ വൃത്തിയാക്കണം, അതിലുള്ള തടസ്സങ്ങൾ നീക്കണം. ഒരു മനുഷ്യനെ കുറിച്ച് പുണ്യനബി പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിൽ ഞാൻ ഒരാൾ ഇങ്ങനെ മറിഞ്ഞ് ആ സ്വർഗത്തിൽ നിന്നിങ്ങനെ ഉല്ലസിച്ച് കളിക്കുന്നത് കണ്ടു. അയാൾ ചെയ്ത നന്മ ആളുകൾ നടന്നു പോകുന്ന വഴിയിൽ തടസ്സമായിട്ട് നിന്ന ഒരു മരക്കൊമ്പിനെ മുറിച്ചു കളഞ്ഞു എന്നതാണ്. എന്നിട്ട് ആ തടസ്സം നീക്കി, അത് കാരണം അയാൾ സ്വർഗത്തിലെത്തി എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. വലിയ ഒരു ഹദീസ് ഉണ്ടല്ലോ, ഈമാൻ 70-ൽ ചിന്നാനം ഭാഗമാണ്, 70-ലധികം ഭാഗമുണ്ട് ഈമാൻ. ഏറ്റവും അഫ്ളൽ, ഏറ്റവും ഉത്തമമായ ഭാഗമെന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ വാചകമാണ്. എന്നാൽ ഏറ്റവും താഴേക്കിടയിലുള്ള ഈമാനിന്റെ അംശം ഇമാതത്തുൽ അദാ അനിത് ത്വരീഖ്, വഴിയിൽ നിന്ന് പ്രയാസങ്ങൾ നീക്കം ചെയ്യലാണ്. ആളുകൾ സഞ്ചരിച്ചു പോകുന്ന വഴികൾ വൃത്തിയാക്കുക, അതിലുള്ള തടസ്സങ്ങൾ നീക്കുക, അത് ഈമാനിന്റെ ഭാഗമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതാണ് ഇന്നത്തെ ഹദീസിന്റെ ആശയവും നമുക്ക് പഠിപ്പിക്കുന്നത്. നമ്മൾ മറ്റുള്ളവർക്ക് വല്ല ഉപകാരവും ചെയ്യണം, മറ്റുള്ളവർക്ക് നന്മ കൽപ്പിക്കണം, മറ്റുള്ളവരോട് നല്ലത് അറിയിച്ചു കൊടുക്കണം. മഹാനായ അൻ അബീ മസ്ഊദ് അൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു, അബൂ മസ്ഊദ് അൽ അൻസ്വാരി തങ്ങൾ പറയുകയാണ്, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി,
മൻ ദല്ല അലാ ഖൈരിൻ, ഏതെങ്കിലും ഒരു നന്മയുടെ മേൽ ആരെങ്കിലും അറിയിച്ചു കൊടുത്താൽ ഫലഹു മിസ്ലു അജ്രി ഫായിലിഹി, അത് ചെയ്തവന്റെ കൂലി പോലോത് ഇവനിക്കും ലഭിക്കുന്നതാണ്. അയാൾ അത് ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു വിഹിതം ഇവനിക്കാണ്. ഇവൻ ചെയ്തതുപോലെ അല്ലാഹു തആല രേഖപ്പെടുത്തുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ നന്മകൾ ചെയ്യണം, അച്ചടക്കത്തോടെ ജീവിക്കാൻ നമ്മൾ പഠിക്കണം, ജീവിതത്തിൽ മര്യാദകൾ പാലിക്കണം. സത്യവിശ്വാസിക്ക് ഒരിക്കലും അത് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ഖൈറായ ജീവിതം നയിക്കാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.